രാജ്യത്തെ ബാധിക്കുന്ന ഏത് വിഷയം വന്നാലും ആദ്യം രാജ്യം, അതിനുശേഷം രാഷ്ട്രീയവും മതവും എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന രാജ്യസ്നേഹികളായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിക്കാണ് എല്ലാ അർത്ഥതലങ്ങളിലും അംഗീകാരം ഉണ്ടാവുക. അതിൽ വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ പുതിയ പുതിയ നരേറ്റീവ് സൃഷ്ടിച്ചിട്ട് എന്ത് കാര്യം? കെജ്രിവാൾ പണം മേടിച്ചത് അയാൾക്ക് ഇവരെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ശരി ശരി, ആ ഉത്തരത്തിൽ ഞാൻ തൃപ്തനാണ്. ആ ഉത്തരത്തിൽ ഞാൻ തൃപ്തനാണ്. ഇനി എന്റെ അടുത്ത ചോദ്യം, ഉത്തരത്തിൽ ഞാൻ തൃപ്തനാണ്. അല്ല, ഞാൻ സംസാരിച്ചല്ലോ. അതിൽ കുറെ കാര്യങ്ങളുണ്ട്. അതിന് അല്ല, എനിക്ക് സംസാരിക്കാനുള്ള സമയമായിരുന്നു. എനിക്ക് ചോദ്യം ചോദിച്ചത് അല്ല, അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നുള്ള ആക്ഷേപമൊക്കെ വരും. ഇനി ഞാനാണ്. പ്ലീസ് സംസാരിക്കട്ടെ, പ്ലീസ് പ്രൊസീഡ്. ശരി, ഇനി ഇതൊരു വെറും എന്താണ് ഇതൊരു വെറും എന്താ പറയാ, വെറും ഒരു വിവാദം മാത്രമായി അവശേഷിച്ചാൽ, പിന്നീട് അവശേഷിച്ചാൽ എന്നുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് സർക്കാരിന്റെ തീരുമാനം? ഇതിനെക്കുറിച്ച് എത്രയും പെട്ടെന്നുള്ള ഒരു അന്വേഷണം തുടങ്ങാനാണോ സർക്കാരിന്റെ തീരുമാനം? അതല്ലെങ്കിൽ ഈ വിവാദത്തിൽ തന്നെ പിടിച്ചു നിൽക്കാനാണോ സർക്കാരിന്റെ തീരുമാനം? രീതിയിൽ താങ്കൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനെക്കുറിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ്. ആരോടാണ് ചോദ്യം? ആരോടാണ് ചോദിച്ചത്? അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനോടാണ്. ബി ഗോപാലകൃഷ്ണനോടാണ് ചോദ്യം. ഓക്കെ, അതെ അതെ. അല്ല, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം അന്വേഷിക്കും. സമീപകാലത്തൊന്നും ജയിലിൽ നിന്ന് ആ ചങ്ങായിക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് അന്വേഷിക്കും. ഇതെന്താ, ഞാനെന്താ അന്വേഷണ ഏജൻസിയോ? അത് അന്വേഷണം നടത്താൻ ഇവിടെ സംഘടന. വേറൊരു കാര്യം കൂടെ, എന്റെ പൊന്നു ചങ്ങാതി, ഏത് തരത്തിലുള്ള വാദം ഉന്നയിച്ചാലും ഞാനൊന്ന് പറയട്ടെ, മറുപടി കേൾക്കുന്ന നിങ്ങൾ മറുപടി പറയാൻ പറയാ, എന്നിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ പോയാലോ? ഏതെങ്കിലും തരത്തിൽ ഇപ്പം താങ്കളൊരു അന്വേഷണം, താങ്കളൊരു വാദം ഉന്നയിച്ചു എന്ന് വിചാരിക്കുക. താങ്കൾ നേരത്തെ പറഞ്ഞു താങ്കൾക്ക് കെജ്രിവാളുമായിട്ട് അങ്ങനത്തെ ബന്ധമില്ല. എനിക്ക് തോന്നുന്നു താങ്കൾ കോൺഗ്രസിൻ്റെ എന്തോ ഒരു ബന്ധം പറഞ്ഞതായിട്ടും കേട്ടു, എനിക്ക് മനസ്സിലായില്ല. അതും താങ്കൾ അതിനിടയിൽ സൂചിപ്പിച്ചു എന്നാണ്. അപ്പം വെറും നിരീക്ഷകനല്ല താങ്കളെന്ന് എനിക്കറിയാം. ഇനി താങ്കൾ നിരീക്ഷകനായിട്ട് താങ്കളൊരു വാദം വെച്ചു എന്ന് വിചാരിക്കാം. ഒരു ഉദാഹരണം, ഏതെങ്കിലും ഭാരതത്തിലെ കോൺഗ്രസിൻ്റെ ആളാണല്ലോ, അപ്പോൾ താങ്കളോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. താങ്കൾ പെട്ടെന്ന് ഇട്ടിട്ട് പോരുത്, അല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കരുത്. കാരണം എനിക്ക് താങ്കൾ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതിനും കൂടി താങ്കൾ സമയം തരണം. ശരി, അപ്പോൾ താങ്കളിപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം എപ്പോൾ അന്വേഷണം തുടങ്ങുന്നല്ലേ? താങ്കൾ ഒരു പ്രഖ്യാപനം നടത്തിയെന്ന് വിചാരിക്കുക, രാജ്യത്തെ സംബന്ധിച്ച ഒരു പ്രഖ്യാപനം എൻ്റെ ഈ സഹ പാനലായിട്ടുള്ള താങ്കൾ ഒരു മീഡിയയിൽ ഉയർത്തിയാൽ അതിനെക്കുറിച്ചും അന്വേഷണം ഉണ്ടാവും. അതാണ് അന്വേഷണ ഏജൻസികൾ, അവരെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. താങ്കളിപ്പോൾ ഈ സംസാരിക്കുന്നത് അവർ വാച്ച് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. ഇത് പണ്ടത്തെ മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ പാവയായ പരിപാടിയല്ല ഇത് വളരെ കർക്കശമായ നട്ടലുള്ള ഒരു തീവ്രവാദിയോടും ഒരു തരത്തിലും ഐക്യപ്പെടാത്ത എല്ലാ തീവ്രവാദികളെയും നിഷ്കരണം നേരിടുന്ന ഒരു ഭരണകൂടമാണ്, രാജ്യസ്നേഹികളുടെ ഭരണകൂടമാണ്. അതുകൊണ്ട് മിസ്റ്റർ, ഇതിന് അന്വേഷണം ഉണ്ടാവും.